ഇപ്പോൾ 1.5 കോടിക്ക് ഒരു സിനിമ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കുന്ന KSFDC ചലച്ചിത്ര അക്കാദമിയുടെ മേളയിൽ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ അതിൽ എൻട്രി ചെയ്യുന്ന സിനിമയ്ക്ക് കൊടുക്കുന്നത് സാമ്പത്തിക സഹായം 2 ലക്ഷമാണ്. ഈ 2 കഥകളിൽ ഈ ഒരു കഥ ഈ നിഴൽ വ്യാപാരികൾ തന്നെ സംവിധാനം ചെയ്യാൻ തിരഞ്ഞെടുക്കാൻ കാരണം എന്താണ്? ഈ 2 കഥകളിൽ ഇതിൽ ഞങ്ങളൊരു പ്രത്യേക കാര്യം നിങ്ങൾ ഈ ഇതിൻ്റെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമ്മൾ ആദ്യം പ്രൊഡ്യൂസ്ഡ് ബൈ എന്ന് പറഞ്ഞാണ് കൊടുത്തേക്കുന്നത്. സാധാരണ ഡയറക്ടർ എന്ന് പറഞ്ഞ വലിയൊരു ഫോണ്ട് കൊടുത്തിട്ട് അതിൻ്റെ അടിയിൽ കുറച്ച് ചെറുതായിട്ടാണ് ഈ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞ് ഇപ്പോഴും വെച്ച് വരുന്നത്. ജാതി ആരും ചോദിക്കുന്നില്ല പ്രത്യക്ഷമായിട്ട്. അപ്പോൾ പക്ഷെ ജാതി എല്ലാ ആൾക്കാരുടെയും ഉള്ളിലുണ്ട്, മനസ്സിലുണ്ട്, ഈവൻ കേരള സമൂഹത്തിൽ പോലും. ഞാനത് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആരോടും ചെന്ന് പറഞ്ഞ് ഏതെങ്കിലും നടനോട് താനിത് ഈ കഥ പോയി പറയൂ എന്നിട്ട് അയാളെ ബോധ്യപ്പെടുത്തുന്നു. അങ്ങനെയല്ലല്ലോ സിനിമ ആവേണ്ടത്. അങ്ങനെയാണല്ലോ. അല്ല, അങ്ങനല്ല, അങ്ങനെ താല്പര്യമില്ല, അതിന് താല്പര്യമില്ല. സത്യത്തിൽ ഇത് ചെയ്യുമ്പോൾ ബഡ്ജറ്റല്ല ഇമ്പോർട്ടൻസ് ഞാൻ കൊടുത്തത്. ഇതൊരു കലാപരമായി ഒരു സോഷ്യൽ മെസ്സേജ് കൊടുക്കുക എന്നുള്ള രീതിയിലാണ് ഞാൻ ഇതിലേക്ക് തന്നെ വന്നത്. ആദ്യമായിട്ട് എൻ്റെ ഒപ്പം എന്നെ വിശ്വസിച്ചിട്ട് ഒരു സിനിമ ചെയ്യാൻ ഇറങ്ങിയ ആദ്യ പ്രൊഡ്യൂസറും ഡയറക്ടറും പുള്ളിയാണ്. അപ്പം രവി മുതലാളിയാണ് മലയാള സിനിമയുടെ പിതാവ് എന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെയായിരുന്നു രവി മുതലാളി ഉണ്ടായത്. രവി മുതലാളി ഉണ്ടായത് കൊണ്ടാണ് മലയാള സിനിമ രക്ഷപ്പെട്ടതെന്ന്. ചലച്ചിത്ര അക്കാദമി ഉണ്ടായതുകൊണ്ടല്ല. അപ്പോൾ ഞങ്ങൾ സിനിമക്കാരുടെ ഇടയിൽ ഒരു ചെറിയ തമാശയൊക്കെ ഉണ്ട്. അത് ഈ സഭയിൽ പറയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. സഭ്യമല്ല, സഭയിൽ പറയാൻ പറ്റാം. നിങ്ങൾക്ക് ഞാൻ വേണമെങ്കിൽ എഴുതി തരാത്. ചോയ്സ് നെറ്റ്വർക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 2 സിനിമകളുടെ അണിയറ പ്രവർത്തകരാണ് നമ്മളോടൊപ്പുള്ളത്. സർ, സ്വാഗതം. സർ, എനിക്കൊന്ന് ഡയറക്ടർ സാർ തന്നെ പറഞ്ഞു തുടങ്ങിക്കോളാം, എന്താണ് ആ 2 സിനിമകൾ എന്ന് പറയുന്നത്? നമുക്ക് ഒരു സിനിമയിൽ 2 സിനിമകൾ അല്ലേ? 2 സിനിമകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ആദ്യം ഇതൊരു സിനിമയാക്കാൻ പറ്റുന്ന എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ആദ്യം ചിന്തിച്ചിരുന്നത്. അപ്പോൾ ഈ സാമൂഹ്യ തിന്മകൾക്കെതിരെ അല്ലെങ്കിൽ സമൂഹത്തിൽ നമുക്ക് നടക്കുന്ന ഒരു നമുക്ക് അന്യായമാണെന്ന് തോന്നുന്ന കാര്യങ്ങളില്ലേ, സൊസൈറ്റി, ഒരു മനുഷ്യ സമൂഹം എന്ന നിലയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ അതിന് നിരക്കാത്ത കാര്യങ്ങൾ പല സമൂഹങ്ങളായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സബ്ജക്റ്റാണ് ഞങ്ങൾ ആദ്യമായിട്ട് അത്തരം സബ്ജക്റ്റുകളുടെ ഒരു കളക്ഷൻ അതായിട്ടാണ് ഈ നിഴൽ വ്യാപാരികൾ എന്നുള്ള രീതിയിൽ സിനിമ ചിന്തിച്ചത്. അപ്പോൾ അതിനുശേഷം ഞങ്ങൾക്ക് തോന്നി ഈ സിനിമ അത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തന്നെ ചെയ്യേണ്ടതാണ് ആ സിനിമ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം ഇതിൻ്റെ സ്ക്രിപ്റ്റുമായിട്ട് ഈ മറ്റേ ഷാജു വാലപ്പൻ മാഷിനെ സമീപിക്കുമ്പോൾ എന്നോട് ഇതിൻ്റെ കഥ പറഞ്ഞപ്പോൾ പുള്ളി എനിക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്ന പലയിടത്തും ആദ്യമായിട്ട് എൻ്റെ ഒപ്പം എന്നെ വിശ്വസിച്ചിട്ട് ഒരു സിനിമ ചെയ്യാൻ ഇറങ്ങിയ ആദ്യ പ്രൊഡ്യൂസറും ഡയറക്ടറും പുള്ളിയാണ്. അപ്പോൾ അതിലൊരു സിനിമ ഞങ്ങൾ ദി മെർച്ചൻസ് ഓഫ് ഷാഡോ, അത് ഈ ഷാജു വാലപ്പൻ പ്രഥമ സംവിധാന ഇതിലേക്ക് കടക്കുന്ന രീതിയിലും അതിലെ ഒരു സ്വാലിഹ് എന്ന് പറയുന്ന അതിലൊരു കഥ അത് ഞാൻ തന്നെ സംവിധാനം ചെയ്യുന്ന രീതിയിലേക്കുമാണ്. ഈ 2 കഥയാക്കി ഒരു സിനിമ എന്നുള്ള ഐഡിയ എങ്ങനെയാണ് വന്നത്? ഞാൻ പറഞ്ഞത് 2 സിനിമയാക്കിയിട്ട് ചെയ്യാൻ പറ്റും. അല്ല, അതിലെ ഒരു സിനിമ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ പറയല്ലേ, സമൂഹത്തിൽ നടക്കുന്ന സാമൂഹ്യ തിന്മകൾ അതിനെതിരെയാണ് ഞങ്ങൾ ഒരു പ്രമേയം ഉണ്ടാക്കിയത്. പക്ഷെ അതപ്പോൾ എല്ലാ വിഭാഗം തിന്മകളും കൂടി ഒരുമിച്ച് കൂട്ടാമെന്നുള്ളതിലാണ് ആദ്യം അങ്ങനത്തെ രീതിയിലേക്ക് പോയത്. പക്ഷേ ഇത് നമ്മൾ ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾക്കതൊരു ഇൻഡിപെൻഡൻറ്റ് സിനിമയായിട്ട് നിലനിൽക്കുമെന്ന് തോന്നി. അങ്ങനെയാണ് അത് 2 സിനിമ ആക്കിയിട്ട് ഇത് ചെയ്തത്. അപ്പോൾ ഒരു സിനിമ ഒരു ഡെബ്യൂ ഡയറക്ടറായിട്ട് ഈ ഷാജു വാലപ്പൻ തന്നെ ചെയ്യുകയും അതിൻ്റെ തിരക്കഥ 2ൻ്റെയും ഞാൻ തന്നെ ചെയ്തു, ഒരു സിനിമ ഞാനും ചെയ്യുന്നു. അങ്ങനെ രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നു. ഇത് എത്ര മണിക്കൂറാണ് 2 സിനിമകളുടെ ഡ്യൂറേഷൻ? അത് ശരിക്കും ഫീച്ചർ ലെങ്ത് ഉള്ള സിനിമകളാണ്. 2 ഫീച്ചർ ലെങ്ത് ഉള്ള സിനിമകളാണ്. പിന്നെ ഈ സിനിമകൾ ഇപ്പോൾ ഉദാഹരണമായിട്ട് ഈ സിനിമ നമ്മൾ രൂപപ്പെടുത്തി കഴിഞ്ഞിട്ട് നമ്മൾ ഇത് ഒരു ഫുൾ ലെങ്ത് സിനിമയാക്കുന്നതിന് വേണ്ടി നമ്മൾ കുറച്ച് കഥകളും അതിൻ്റെ ഷൂട്ടിങ്ങൊക്കെ കുറച്ച് ദിവസം എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ അങ്ങനെ അതൊരു പൂർണ്ണ 2 സിനിമകളായി. അപ്പോൾ 2 സിനിമയായിട്ടാണോ സെൻസർ ചെയ്തത്? സെൻസർ ചെയ്തിട്ടില്ല, സെൻസർ ചെയ്യുന്നത് 2 സിനിമ. ഓക്കെ. ഞാൻ ആദ്യം വിചാരിച്ചു ഒരു സിനിമയിൽ 2 അങ്ങനെയല്ല, 2 തിയേറ്റർ റിലീസ് സെപ്പറേറ്റ്. വാലപ്പൻ ക്രിയേഷൻസിന്റെ 2ാമത്തെയും 3ാമത്തെയും പ്രൊജക്റ്റ് ആയിട്ടാണ് നമ്മൾ ഈ സിനിമകൾ വരുന്നത്. നമ്മൾ ആദ്യം പിടിച്ചൊരു പടം പോത്തുന്തല എന്ന് പറഞ്ഞിട്ട് ഒരു വർഷം 1-2 വർഷമായി അത് പിടിച്ചു. അത് റിലീസ് ചെയ്ത് 2 വാരമൊക്കെ ഓടി കുറേ തിയേറ്ററുകൾ. അതിന് ശേഷം ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് ഇപ്പോൾ ചെയ്തത്.
അപ്പോൾ ഇത് ഒരു സമൂഹത്തിലേക്ക് ഒരു മെസ്സേജ് എന്ന നിലയ്ക്കാണ് ഇത് ചെയ്യുന്നത്. കാരണം ഇതിനകത്ത് ആരും ലാഭം പ്രതീക്ഷിച്ചിട്ടൊന്നും വന്നിട്ടില്ല. അപ്പോൾ ആ രീതിയിൽ നല്ല രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് എന്നാണ് നമ്മുടെ വിശ്വാസം. അത് തിയേറ്ററിൽ വരുമ്പോൾ ഈ 2 കഥകളിൽ ഈ ഒരു കഥ ഈ നിഴൽ വ്യാപാരികൾ തന്നെ സംവിധാനം ചെയ്യാൻ തിരഞ്ഞെടുക്കാൻ കാരണം എന്താണ് ഈ 2 കഥകളിൽ? അതിനെ ഞാനൊരു സംഭവം പറയാം. അതായത് ഇത് മാഷ് സംബന്ധിച്ച് നോക്കണില്ല, ഇപ്പം ഇത്രേ ഉള്ളൂ. ശരിക്കും നമ്മുടെ സൊസൈറ്റിയിൽ നമ്മൾ അറിയുന്ന നടക്കുന്നൊരു മനുഷ്യൻ, ഞങ്ങളൊരു മാനവികതയുടെ ഒരു പ്രമേയമായിട്ടാണ് ഈ സിനിമയിലേക്ക് രണ്ടിലേക്കും കടക്കുന്നത്. അപ്പോൾ ഒരു മനുഷ്യൻ എങ്ങനെ, ഞാൻ മാഷോട് ഞാൻ ഈ കഥ പറയുന്നു, ഒരു മനുഷ്യൻ പുറത്തേക്ക് നടക്കുമ്പോൾ അവൻ ജനിച്ചത് ഏതെങ്കിലും ഒരു വ്യത്യസ്തമായ ഒരു കാസ്റ്റിൽപ്പെട്ട് പോകുന്നതുകൊണ്ട് അവനെ നമ്മൾ ആ അർത്ഥത്തിൽ അവനെ തഴഞ്ഞു നിൽക്കുന്നൊരു ഒരു സമീപനമാണ് സൊസൈറ്റിയിൽ ഇപ്പോൾ ഉള്ളത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ജാതി ആരും ചോദിക്കുന്നില്ല പ്രത്യക്ഷമായിട്ട്. അപ്പോൾ പക്ഷെ ജാതി എല്ലാ ആൾക്കാരുടെയും ഉള്ളിലുണ്ട്, മനസ്സിലുണ്ട്, ഈവൻ കേരള സമൂഹത്തിൽ പോലും. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മുടെ ഈ നവോത്ഥാന നായകന്മാരൊക്കെ മുന്നോട്ട് വെച്ച ആശയങ്ങൾ 100 വർഷമായിട്ടൊക്കെ ഇപ്പോഴും അത് നിലനിൽക്കുന്നു എന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ അപ്പം മാഷുക്കും അത് ഭയങ്കര ബോധ്യമായി. അപ്പോൾ അത് പുള്ളി ചെയ്യുന്നു. അതിലെ മറ്റൊരു സിനിമ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ വളരെ നമുക്കൊരിക്കലും യോജിച്ചു പോകാൻ പറ്റാത്ത അന്ധവിശ്വാസങ്ങളും അതിൽ അടിഞ്ഞുകൂടിയേക്കണ ഒരു പൗരോഹിത്യത്തിൻ്റെയൊക്കെ ഒരു വല്ലാത്ത പിടുത്തവും അങ്ങനെയൊക്കെ ഒരു സാധനത്തിൻ്റെ ആ കഥ അത് ഞാൻ ചെയ്യാമെന്ന് തീരുമാനിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ 2 കഥകളും ആദ്യം ഞങ്ങൾ പ്ലാൻ ചെയ്തൊരു ആന്തോളജി മാതിരി ഞങ്ങൾക്ക് ഇത് നിഴൽ വ്യാപാരികൾ എന്ന് പറഞ്ഞിട്ട് 1, 2 എന്നൊക്കെ ചെയ്യാൻ ഉദ്ദേശിച്ചത്. പിന്നെ 2 ഇൻഡിപെൻഡൻറ്റ് സിനിമയായിട്ട് മാറുകയാണ് ഇത്. അങ്ങനെയാണ്. അപ്പോൾ അത് ഞാൻ ഈ കഥ പറഞ്ഞിട്ട് 15 മിനിറ്റിനുള്ളിൽ ഈ മറ്റേ ഷാജു പാലപ്പൻ സാറ് എനിക്ക് കൈതരണി ചെയ്തത്. ഞങ്ങൾ 15 മിനിറ്റ് കൂടി ചേർന്നുള്ളൂ ഇങ്ങനെ കഥ പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി കൈതരണി ചെയ്തത്. ഇപ്പോൾ നിർമ്മാണവും സംവിധാനവും 2 ഒരുമിച്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. ബുദ്ധിമുട്ടുകൾ എന്തായാലും ഉണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ചില സീൻസ് ഒക്കെ എടുക്കുമ്പോൾ പ്രൊഡ്യൂസറും കൂടി ആയതുകൊണ്ട് ബഡ്ജറ്റിന്റെ കാര്യമൊക്കെ അവിടെ ചിന്തിക്കും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു കോൺഫ്ലിക്റ്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു? ഇല്ല, സത്യത്തിൽ ഇത് ചെയ്യുമ്പോൾ ബഡ്ജറ്റല്ല ഇമ്പോർട്ടൻസ് ഞാൻ കൊടുത്തത്. കാരണം ഇതൊരു കലാപരമായി ഒരു സോഷ്യൽ മെസ്സേജ് കൊടുക്കുക എന്നുള്ള രീതിയിലാണ് ഞാൻ ഇതിലേക്ക് തന്നെ വന്നത്. കാരണം ഞാൻ സോഷ്യൽ ആക്ടിവിറ്റീസിൽ വളരെയധികം ഡെപ്തായിട്ട് പോകുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ ഈ ഒരു മെസ്സേജ്, ഈ സ്റ്റോറി ഞാൻ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് നന്നായി ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ അതിന് എന്തെല്ലാം നമ്മുടെ ലിമിറ്റിനകത്ത്, ഫൈനാൻഷ്യൽ ലിമിറ്റിനകത്ത് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു പുള്ളിക്ക്. പുള്ളി ഒരു ബഡ്ജറ്റൊക്കെ ഇട്ടിരുന്നു, പക്ഷേ അതൊക്കെ ക്രോസ് ചെയ്ത് പോയി. അതറിയാലോ, സ്വാഭാവികമായിട്ടൊരു ഫിലിം പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബഡ്ജറ്റ് ക്ലൈമറ്റിന്റെ പ്രശ്നങ്ങൾ അങ്ങനെ എന്തെങ്കിലും അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾക്ക് ഒരാഴ്ചത്തോളം 5 ദിവസം മറ്റോ മഴ ഞങ്ങളെ ഡിസ്റ്റർബ് ചെയ്തു. ഔട്ട് സൈഡ് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ നായികയാണെന്ന് വെച്ചാൽ വളരെ ബിസിയുള്ള ഒരു ഡോക്ടറാണ്. അവർ അവിടെ നിന്ന് അനസ്തേഷ്യ കൊടുക്കുക എന്ന് പറയുമ്പോൾ അറിയാലോ, അവർക്ക് മാറി നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അവരുടെയും കൂടിയും ടൈമിങ്, അവർ എന്നിട്ട് പോലും അവിടെ നിന്ന് ടൈം എടുത്ത് ഞങ്ങൾക്ക് വേണ്ടി വന്നു. അതൊന്നും പ്രതിഫലം ആലോചിച്ചിട്ടല്ല. പിന്നെ ഞങ്ങളുടെ ആമീൻ എന്ന് പറഞ്ഞ കൊച്ചുമോള്, അവൾ ക്ലാസ് കളഞ്ഞ അവളുടെ പാരൻസ് ഫുൾ ടൈം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 15 ദിവസത്തോളം നമ്മുടെ അടുത്ത് റൂം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വരുന്നത് കാലിക്കട്ട് എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന്. അപ്പോൾ അങ്ങനെയുള്ള കുറേ ബുദ്ധിമുട്ടുകൾ. പിന്നെ ഈ ഷൂട്ട് നിന്നപ്പോൾ ഉള്ള സാമ്പത്തിക, സ്വാഭാവികമായിട്ട് ഇതിനകത്തൊക്കെ സംഭവിക്കാം. നമുക്ക് പിന്നെ മുന്നൊരു പടം ചെയ്തൊരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് അതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കണു. പിന്നെ ഞാൻ ആക്ച്വലി ഒരു ബിസിനസ്മാനാണ്. അപ്പോൾ അതിനകത്ത് നമുക്കറിയാമല്ലോ, പ്രതീക്ഷിക്കണമല്ലോ കുറച്ചൊക്കെ. പിന്നെ സോഷ്യൽ മെസ്സേജ് കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ വളരെ നല്ലൊരു സൊസൈറ്റീനെ സംബന്ധിച്ച് ചെയ്യാവുന്ന ഒരു ഇതാണല്ലോ. നമുക്ക് എന്നെ സംബന്ധിച്ച് എപ്പോഴും സ്ട്രീറ്റിലിറങ്ങി സമരം ചെയ്യാൻ പറ്റില്ല. ഈ മെസ്സേജായിട്ട് ഈ വഴിക്ക് പോകണമെന്ന് എന്നെ സംബന്ധിച്ച് ഞാൻ ഹാപ്പിയാണ്. അതിന് ഇത്തിരി പണം മുടക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല. ഞാൻ അധ്വാനിച്ചുണ്ടാക്കുന്നു, അത് ഒരു പറയുന്നു അല്ല പറയേണ്ടത് പറയുന്നു. അതേപോലെ സോഷ്യൽ ആക്ടിവിറ്റിക്ക് നീക്കി വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ ആ നീക്കി വെച്ചിട്ടുള്ളത് ഇതിലൊരു ഭാഗമൊന്നും ഞങ്ങൾ കൂട്ടുന്നുള്ളൂ. അപ്പോൾ ഇതിനെ പ്രൊമോ ചെയ്യാനും ഇതിൻ്റെ മെസ്സേജ് കൊടുക്കാൻ എന്തൊക്കെ ചെയ്യണോ അതൊക്കെ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. കാരണം ഫസ്റ്റ് പടം തന്നെ ഞങ്ങൾ ചെയ്യുമ്പോൾ ഇതേപോലൊക്കെ തന്നെ പ്രതിസന്ധികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അന്ന് ശരിക്കും എനിക്ക് ഇത്രയും അവയർനെസ് ഉണ്ടായിരുന്നില്ല സിനിമ ലോകത്തെ പറ്റിയൊന്നും. പക്ഷേ അതിൽ നിന്ന് കുറേ പഠിച്ചു, പാഠങ്ങൾ ഉൾക്കൊണ്ടു. അങ്ങനെ സിദ്ദിഖ് സാറ് വന്ന് കഥയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്ക് താല്പര്യമായി. അങ്ങനെയാണ് നമ്മൾ ആ ഒരു ഇതിലേക്ക് വന്നത്.
ഇതിൽ ഞങ്ങളൊരു പ്രത്യേക കാര്യം ഞങ്ങളുടെ ഇതിൻ്റെ ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമ്മൾ ആദ്യം പ്രൊഡ്യൂസ്ഡ് ബൈ എന്ന് പറഞ്ഞാണ് കൊടുത്തേക്കുന്നത്. സാധാരണ ഡയറക്ടർ എന്ന് പറഞ്ഞ വലിയൊരു ഫോണ്ട് കൊടുത്തിട്ട് അതിൻ്റെ അടിയിൽ കുറച്ച് ചെറുതായിട്ടാണ് ഈ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും വെച്ച് വരുന്നത്. അപ്പം ഞാൻ പറയാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് നമ്മുടെ കൊല്ലത്തൊരു കശുവണ്ടി മുതലാളി ഉണ്ടായിരുന്നു, രവീന്ദ്രനാഥൻ. അയാളെ അച്ചാണി രവീന്ദ്രൻ അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ അദ്ദേഹം സംവിധാനം ചെയ്ത നിർമ്മിച്ച ആദ്യത്തെ സിനിമ അച്ചാണി. വിൻസെൻ്റ് മാഷാണ് സംവിധാനം ചെയ്യുന്നത്. അതായത് ഭാർഗവി നിലവൊക്കെ ചെയ്ത് വിൻസെൻ്റ് മാഷ് കത്തിങ്ങളുടെ സമയത്താണ് ആ പടമൊക്കെ ചെയ്തേക്കുന്നത്. അതിനുശേഷം ആ സിനിമ അച്ചാണി കുറച്ച് സാമ്പത്തിക വിജയമൊക്കെ ആയിരുന്നു. അതിനു മുമ്പ് പുള്ളി ബി ഭാസ്കരൻ മാഷ വെച്ചിട്ട് 3 സിനിമകൾ ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് ആദ്യമായിട്ട് ഈ ചിത്രലേഖ ഫിലിം സൊസൈറ്റിയാണ് മറ്റേ ഈ അടൂർ ഗോപാലകൃഷ്ണൻ്റെ ആദ്യത്തെ സിനിമ സ്വയംവരം ചെയ്യുന്നത്. അപ്പോൾ അതിനുശേഷം അടൂർ ഗോപാലകൃഷ്ണൻ്റെ മിക്കവാറും എല്ലാ സിനിമകളും ചെയ്തേക്കുന്നത് ഈ രവീന്ദ്രനാഥ് നായരാണ്. അദ്ദേഹം ജനറൽ പിക്ചേഴ്സ് കൊല്ലം. അപ്പോൾ കശുവണ്ടി മുതലാളിയാണ്. അപ്പോൾ ഞങ്ങൾ സിനിമക്കാരുടെ ഇടയിൽ ഒരു ചെറിയ തമാശയൊക്കെ ഉണ്ട്. അത് സഭയിൽ പറയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. സഭ്യമല്ല, സഭയിൽ പറയാൻ പറ്റാം. നിങ്ങൾക്ക് ഞാൻ വേണമെങ്കിൽ എഴുതി തരാത്. ഒരു തമാശയുണ്ട് ഇവരെ കുറിച്ചുള്ളത്. അരവിന്ദൻ, അടൂർ ഗോപാലകൃഷ്ണൻ, ഇവർ രണ്ടുപേരെയും, അതായത് അരവിന്ദൻ്റെ ആദ്യത്തെ സിനിമ കാഞ്ചന സീത, മലയാളത്തിലെ ഒരു പ്രത്യേക ഭാവുകത്വം ഉണ്ടാക്കിയ സിനിമയായിരുന്നു കാഞ്ചന സീത. അതിന് അടൂർ ഗോപാലകൃഷ്ണൻ്റെ സിനിമകൾ എലിപ്പത്തായം മുതൽ ഇങ്ങനെയുള്ള അനന്തരം, മുഖാമുഖം, വിധേയൻ, ഇതൊക്കെ ചെയ്തത് ഈ ജനറൽ പിക്ചേഴ്സാണ്. കൂടുതലും അത്തരത്തിലുള്ള സിനിമകൾ ചെയ്തത്. അതായത് കലയോടും ഭയങ്കര കമ്മിറ്റ്മെൻ്റ് ഉണ്ടായതൊരു മനുഷ്യൻ ഈ മറ്റേ രവീന്ദ്രനാഥ് നായർ. അദ്ദേഹത്തിന് പക്ഷേ സംഭവിച്ചത് സത്യത്തിൽ അടൂർ ഗോപാലകൃഷ്ണനും അരവിന്ദനും ഒക്കെ ഉണ്ടാവുന്നത് പുള്ളി ഉണ്ടായതുകൊണ്ടാണ്. പക്ഷേ അദ്ദേഹത്തിന് നമ്മുടെ സമൂഹത്തിൽ കൃത്യമായി അടയാളപ്പെടുത്താതെ പോയി അല്ലേ. സത്യത്തിൽ അന്ന് പുള്ളിക്ക് ഒരു സിനിമയൊക്കെ ചെയ്യാനുള്ള കപ്പാസിറ്റിയും അതിനുള്ള സഹൃദയനും അതൊക്കെ ചെയ്യാൻ പറ്റുന്ന ആളും തന്നെയായിരുന്നു. പക്ഷെ അദ്ദേഹം അതിൻ്റെ പ്രൊഡക്ഷൻ സൈഡിൽ മാത്രം നിന്നിട്ട് ഒതുങ്ങിപ്പോയ ഒരാളാണ്. അതുകൊണ്ട് അടൂർ ഗോപാലകൃഷ്ണൻ അല്ലെ അരവിന്ദനൊക്കെ ആ സിനിമ മലയാള സിനിമയ്ക്ക് പ്രത്യേക ഭാവത്തുണ്ടാക്കിയ ആൾക്കാരാണ്, അവരൊക്കെ നല്ല കഴിവുള്ള ആൾക്കാരുണ്ട്. പക്ഷെ അതുകൊണ്ട് തന്നെ ഞാൻ മാഷോട് പറഞ്ഞ്, മാഷ് അങ്ങനത്തെ ഒരു സഹൃദയനാണ്, ഒരു മാഷോട് ഒരു സിനിമ ചെയ്യുന്നു, പൈസ ഒരു പണം വേറെ ആൾ ചെയ്യുന്നു, മാഷ്ക്കും ചെയ്യാല്ലേ. അപ്പോൾ മാഷ അതിന് സമ്മതിക്കുന്നു. അപ്പോൾ നമ്മളെല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്ത് മാഷ അത് ചെയ്തു. അത് പെർഫെക്റ്റായി, അത് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും ആദ്യ കാലങ്ങളിൽ പ്രൊഡ്യൂസർമാരെ തന്നെ ഇരുന്ന്, അതിപ്പോൾ കുഞ്ചാക്കോ കാലത്ത് അവർ വിളിക്കണിങ്ങനെ, അവർ സംവിധാനം വിളിക്കുന്നു, എടോ എനിക്കൊരു സിനിമ സംവിധാനം ചെയ്യണം. അപ്പോൾ സാറേ ഞാൻ വരാം. അതിന് ശമ്പളം നിശ്ചയിക്കുന്നു, കഥാകൃത്തിന് വിളിക്കുന്നു, ശമ്പളം നിശ്ചയിക്കുന്നു, പ്രേം നസീർ അല്ലെങ്കിൽ സത്യന അതുവരെ കുളിച്ച് നടന്മാരെ കുളിച്ചിട്ട് ശമ്പളം നിശ്ചയിക്കുന്നു. അങ്ങനെ ഒരു കാലം നമ്മൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. കുഞ്ചാക്കോ മുതലാളി കുഞ്ചാക്കോ മുതലാളി അല്ല, ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു കാലം കഴിഞ്ഞു പോവുകയും പിന്നീട് ആ പ്രൊഡ്യൂസർ എന്ന് പറയുന്ന ആളും ഡയറക്ടർ എന്ന് പറയുന്ന ആളൊക്കെ താഴോട്ട് പോവുകയും സിനിമ താരങ്ങൾ അവർ സിനിമയുടെ അജണ്ട നിശ്ചയിക്കപ്പെടുകയും ചെയ്യുന്നൊരു കാലത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവർ പറയുന്നു, അവർ ഏറ്റവും നല്ല കഥകളൊക്കെ തിരഞ്ഞെടുത്തിട്ടും അവർ ഇറക്കുന്ന 100 സിനിമയിൽ 4 സിനിമയിലെ സാമ്പത്തിക വിജയം നേടണുള്ളൂ. കലാമേന്മയുള്ള സിനിമകൾക്ക് വേറൊരു മേഖലയാണത്. അതിലുള്ള ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സത്യത്തിൽ ആരും ഇല്ലാത്ത സമയത്താണ് ഈ മാലപ്പ മാഷപ്പോലുള്ള ആൾക്കാർ അത്തരം ആൾക്കാർക്ക് കൈ കൊടുക്കുന്നത്. സർക്കാരുണ്ട്. ഇപ്പോൾ സർക്കാരിന് 2 സ്ഥാപനങ്ങൾ സർക്കാർ നടത്തുന്നുണ്ട്. ഒന്ന് ചലച്ചിത്ര അക്കാദമിയും ഒന്ന് കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനും. ഇതിന് രണ്ടിൻ്റെയും ഒരെണ്ണം അക്കാഡമിക്കിലാണെങ്കിൽ ഒരെണ്ണം സിനിമ വികസിപ്പിക്കുക എന്നുള്ളതാണ്. അത് സിനിമയുടെ ആൾക്കാരെ കാഴ്ചപ്പാടും അതൊക്കെ വളർത്തിയെടുക്കുക, അതിൻ്റെ സിനിമാ സംസ്കാരം വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. അതേപോലെ സിനിമ ചെയ്യുന്ന ആൾക്കാരെ സഹായിക്കുക എന്നുള്ളതാണ്. ഇത് രണ്ടും വർക്കൗട്ടാവണില്ല ഇവിടെ. കാരണം ഞങ്ങളിപ്പോൾ ഒരു 50 പേരൊക്കെ ഉണ്ടാവുള്ളൂ. ഞങ്ങളൊരു സംഘടനയൊക്കെ ഉണ്ടായിരുന്നു, ഈ സ്വതന്ത്ര സിനിമക്കാരുടെ സംഘടന. അതിന് 50 പേരൊക്കെ ഉള്ളൂ. അത് അടൂർ ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തത്, ഷാജി എൻ കരുണാണ് അതിൻ്റെ ലോഗോ ഒക്കെ പ്രകാശനം ചെയ്തത്. അപ്പോൾ അത്രയും പേരെ, ഇപ്പോൾ ഡോക്ടർ ബിജു ഒക്കെ ഉൾപ്പെട്ടുള്ള ആൾക്കാരൊക്കെ അത്രയും പേരെ 50 പേരെ കേരളത്തിലുള്ളൂ. അവർക്ക് ഈ പറയുന്ന സ്ഥാപനങ്ങളിൽ നിന്നൊന്നും അങ്ങനെ കാര്യമായ സഹായമൊന്നും ഉണ്ടാവാറില്ല. പക്ഷെ ഇപ്പോൾ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ എല്ലാ വർഷം കുറച്ച് അങ്ങനെയൊക്കെ ഒരു അതല്ല അതിപ്പോൾ ഈ സർക്കാർ പോളിസിയുടെ ഭാഗമായിട്ട് സ്ത്രീകൾക്ക് 2 സിനിമ എടുക്കാനായിട്ട് അല്ലാതെയും 1 കോടി വെച്ച് കൊടുക്കും, 1.5 കോടി. പിന്നെ പട്ടികജാതിയിൽപ്പെട്ട ആൾക്കാർക്ക് 2 പേർക്ക് 1.5 കോടി കൊടുക്കുന്ന പ്രോജക്റ്റ് ഒക്കെ ഉണ്ട്. പക്ഷെ അതല്ലാതെ തന്നെ സാധാരണ ജനറലായിട്ട് സിനിമ ചെയ്തു വന്ന ആൾക്കാരില്ലേ, അവർക്ക് സിനിമ ചെയ്യാനായിട്ട് ഒരു പ്രോത്സാഹനവും അങ്ങനെ ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നില്ല. ഇപ്പോൾ ഈ 1.5 കോടിക്ക് ഒരു സിനിമ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കുന്ന KSFDC ചലച്ചിത്ര അക്കാദമിയുടെ
മേളയിൽ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ അതിൽ എൻട്രി ചെയ്യുന്ന സിനിമയ്ക്ക് കൊടുക്കുന്നത് സാമ്പത്തിക സഹായം 2 ലക്ഷമാണ്. പിന്നെ അതുകൂടാതെ സബ്സിഡി ആയിട്ട് കൊടുക്കുന്നു എന്ന് പറയുന്ന ഒരു വ്യാജേനയാണ് ശരിക്കും അത് ചെയ്യുന്നത്. KSFDC ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ നമ്മൾക്ക് സബ്സിഡി എന്നും പറഞ്ഞുകൊണ്ട് ഒരു സിനിമ ഇപ്പോൾ വാലപ്പൻ സാർ ചെന്നിട്ട് പറയണത് എനിക്കൊരു സിനിമ ചെയ്യണമെന്ന് പറഞ്ഞാൽ 2 ലക്ഷം രൂപ കെട്ടിവെക്കാൻ പറയും. ആ 2 ലക്ഷം രൂപ കെട്ടിവെച്ചിട്ട് നമ്മളോട് പറഞ്ഞത് അവിടുത്തെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾ വർക്ക് ചെയ്തോ, അപ്പം 7 ലക്ഷം രൂപയുടെ വർക്ക് നിങ്ങൾക്ക് ചെയ്തു തരാമെന്നാണ് പറഞ്ഞത്. അല്ലാതെ ഇവിടുന്ന് സബ്സിഡി ഇല്ല, കേരളത്തിൽ സബ്സിഡി ഇല്ല. അപ്പം നമ്മൾ കർണാടകയിൽ ഇപ്പോൾ 2 ലക്ഷം കെട്ടിവെക്കണം, 2 ലക്ഷം അവിടെ കെട്ടിവെക്കണം. അപ്പോൾ അവർ തരുന്ന എക്യുപ്മെന്റ്സ് ഒക്കെ തരുന്നു. എക്യുപ്മെന്റ്സ് ഒന്നും അവിടെ ഇല്ല. അവിടെ ആകെ ചെയ്യുന്ന പരിപാടികൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൂംസ് ഉണ്ട് അവിടെ, പിന്നെ എഡിറ്റിംഗ് സൂട്ട് എന്നൊക്കെ പറയും. പക്ഷേ അവർക്ക് നമ്മൾ ഉപയോഗിക്കുന്ന എഡിറ്റിംഗ് സൂട്ടുകൾ ഉപയോഗിക്കുന്ന പ്രോഗ്രാംസ് അല്ല അവർ ഉപയോഗിക്കുന്നത്. അവിടെ മീഡിയ കമ്പോസർ, അവിഡ് മീഡിയ കമ്പോസർ ഉണ്ടാവും, അല്ലെങ്കിൽ FCP ഉണ്ടാവും. നമ്മൾ ചിലപ്പോൾ ഡാവിഞ്ചി റിസോൾവായിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൽ കുറേ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു അങ്ങനെ ആൾക്കാർ ചെയ്യുന്നത്. നമ്മുടെ അത് ഉപയോഗിച്ചിട്ടില്ല. കാരണം അത് വലിയ സിനിമക്കാരാണ് ഉപയോഗപ്പെടുത്തുന്നത്. കാരണം വെച്ചാൽ അവർക്ക് നല്ല DI യൂണിറ്റ് ഉണ്ട് അവർക്ക്. അത് പക്ഷേ ഇപ്പോൾ ഇവിടുന്ന് എറണാകുളത്ത് ഇപ്പോൾ ഒരു DI ഒരു സാധാരണ ചെറിയ പടത്തിനൊക്കെ ചെയ്യണമെങ്കിൽ 1 ലക്ഷം രൂപയൊക്കെ ചെയ്ത് കിട്ടും. പക്ഷേ അവർ 3.5 ലക്ഷം രൂപയുടെ ഒരു സിനിമയ്ക്ക് DIക്ക് ചാർജ് ചെയ്യണത്. പക്ഷേ നമ്മൾ നേരെ ഇവിടെ പോകുന്നു, മഹാരാഷ്ട്രയിലേക്ക് പോകുന്നു. മഹാരാഷ്ട്രയിലേക്ക് പോയാൽ ഒരാളൊരു സിനിമ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടവർ എന്ത് സിനിമയായാലും അവർ 40 ലക്ഷം രൂപ 35 ലക്ഷം രൂപയൊക്കെ സബ്സിഡിയായിട്ട് അങ്ങോട്ട് കൊടുക്കുകയാണത്. ഇതിപ്പോൾ സബ്സിഡിയാണെന്ന് പറയാൻ പറ്റുമോ? നമ്മൾ അവരുടെ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്യണമെങ്കിൽ ഡിസ്കൗണ്ടാണെന്നല്ലേ പറയാൻ പറ്റുള്ളൂ. അത് കാരണം നമ്മുടെ കയ്യിൽ നിന്ന് ആദ്യം 2 ലക്ഷം രൂപ അടിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ആർട്ട് സിനിമകൾ, മേന്മയുള്ള സിനിമകൾ ചെയ്യുന്ന ആൾക്കാർക്ക് കേരള സർക്കാരിൻ്റെ യാതൊരു സഹായവും ഇല്ല. ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞങ്ങളുടെ സിനിമയായിട്ട് ബന്ധമില്ല കേട്ടോ. തെറ്റിദ്ധരിക്കരുത്. കാരണം ഞങ്ങള് സ്വന്തമായിട്ട് അതുകൊണ്ട് തന്നെ ഉണ്ടല്ലോ ഞങ്ങൾ ആരും അതിനെ സമീപിക്കാറില്ല. അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ പോയി സമീപിക്കുന്നു. ഇതിന്റെ ലൊക്കേഷൻ കണ്ണൂര് തുടങ്ങി കൊടുങ്ങല്ലൂർ എറണാകുളം വരെയാണ് ലൊക്കേഷൻ വന്നതാണത്. അപ്പോൾ നമ്മൾ ചിത്രാഞ്ജലിനെ യൂസ് ചെയ്തിട്ടില്ല. പുള്ളി പറഞ്ഞത് നമ്മുടെ ഗവൺമെന്റ് സംവിധാനവും അതുപോലെ തന്നെ അത് മാറണം. കാരണം ഈ 1.5 കോടി രൂപ ഒരു ആൾക്ക്, ഒരു സ്ത്രീക്ക് ഇത് കൊടുക്കൂലേ, അതേമാതിരി ഇപ്പൊ 10-50 സിനിമക്കാരിലേ ഉള്ളൂ. അവർ ഏതെങ്കിലും പനോരമയിൽ പോയ ആൾക്കാർ അങ്ങനെയൊക്കെയുള്ള നോട്ടബിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് അവർക്കൊരു 2 കൊല്ലം 3 കൊല്ലം കൂടുമ്പോഴൊക്കെ ഒരു സിനിമ ചെയ്യാനുള്ള അവസരം അവർ ഫണ്ടും കൊടുക്കുക. അതൊക്കെയാണ് ചെയ്യാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല, ഈ ഞങ്ങളെപ്പോലുള്ള സിനിമ ചെയ്യുന്ന ആൾക്കാർക്ക് 1.5 കോടി രൂപ കൊടുക്കാതെ ഒരു 50 ലക്ഷം രൂപ വെച്ചിട്ട് 3 പേർക്ക് കൊടുത്താലും മതി. അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷേ അങ്ങനെയൊന്നും ഞാനിത് ഒരു സിനിമാക്കാരൻ എന്നുള്ളതിൽ, കടം വന്നൊരു സിനിമാക്കാരൻ എന്നുള്ളതിൽ പറഞ്ഞിട്ടത്. കടം വരികയും സർക്കാർ സർവീസ് ഉണ്ടായിരുന്ന ഞാൻ കടം വീട്ടാൻ വേണ്ടി ജോലി VRS എടുക്കുകയും ചെയ്യുന്നതിൽ പറഞ്ഞാണത്. അപ്പോൾ പലപ്പോഴും നമ്മൾ പുറത്ത് ചെല്ലുമ്പോൾ, കർണാടകയിലാണെങ്കിലും ഗുജറാത്തിൽ പോലും 30 ലക്ഷം രൂപ സബ്സിഡി ഉണ്ട് പടം ചെയ്യണമെങ്കിൽ. അത് ഈ മെത്തേഡല്ലത്. ഇത് നമുക്ക് ഡിസ്കൗണ്ട് റേറ്റിൽ കിട്ടുന്നതല്ലേ ഉള്ളൂ, അല്ലാതെ സബ്സിഡി എന്ന് പറയാൻ പറ്റില്ല അതിനാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രോബ്ലം. ഇൻഡിപെൻഡന്റ് സിനിമകൾ ചെയ്യുന്ന കാര്യമാണല്ലോ പറഞ്ഞത്. അത് ഇൻഡിപെൻഡന്റ് കമേഴ്സ്യൽ സിനിമയുടെ പോകുന്നറിയോ? ഈ ഇൻഡിപെൻഡന്റ് സിനിമ ചെയ്യുന്ന ആൾക്കാർ ആരെയും കമേഴ്സ്യൽ സിനിമയിലേക്ക് വരുന്നത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അതിന് കാരണം എന്നറിയോ? അങ്ങനെ കമേഴ്സ്യൽ സിനിമ എന്ന് പറയുന്നത് ഒരു വലിയൊരു വ്യവസായവും ഒരു വലിയൊരു മേഖലയാണത്. ഒരു മതിൽക്കെട്ടിലുള്ള സാധനമാണത്. അതിലേക്ക് ആരും തുറന്ന് കയറാൻ ഒരു സമ്മതിക്കില്ല. ശ്രമം നടത്തിയിട്ടുണ്ടോ? അങ്ങനെ ശ്രമം നടത്താന്ന് ഈ പറഞ്ഞ പോലെ ഗവൺമെന്റ് ജോലിയൊക്കെ വിട്ടിട്ട് വന്നു. ശ്രമം നടത്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നമുക്കൊരു വിഷയം വരുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഞാനൊരു കഥ, എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഓട്ടം അത് നല്ലതാകാം ചീത്തയാകാം, അത് എൻ്റേതായ മാത്രം സിനിമയാണ്. ഞാനത് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആരോടും ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയുന്നത് ഏതെങ്കിലും നടനോട് താനിത് ഈ കഥ പോയി പറയൂ എന്നിട്ട് അയാളെ ബോധ്യപ്പെടുത്തുന്നു. അങ്ങനെയല്ലല്ലോ സിനിമ ആവേണ്ടത്. അങ്ങനെയാണല്ലോ. അല്ല, അങ്ങനല്ല, അതിന് താല്പര്യമില്ല. അതുകൊണ്ട് ആരുടേതും പോയിട്ടില്ല. നമ്മൾക്കതിന് കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ ഇപ്പം അടൂർ ഗോപാലകൃഷ്ണനെ അങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഒരു നടനെ വിളിച്ചാൽ അങ്ങനെ പറയും. അടൂർ ഗോപാലകൃഷ്ണനെ മമ്മൂട്ടിയെ വിളിച്ചിട്ട് വിധേയ എന്ന് പറഞ്ഞ സിനിമ ചെയ്യാൻ പോകുമ്പോൾ ആളുടെ തടിയൊക്കെ കണ്ടപ്പോൾ, ബഷീർ മറ്റേ മതിലുകൾ തടിയൊക്കെ കണ്ടപ്പോൾ ആദ്യം ഒഴിവാക്കിയതാണ്. അപ്പം ആള് തന്നെ വന്നിട്ട് തടിയൊക്കെ കുറച്ച് വന്നിട്ടാണ് അതിൽ മതിലുകളിൽ അഭിനയിക്കുന്നത്. അവരോട് കഥ ചോദിക്കുന്നില്ല. MT വാസുദേവൻ്റെ അടുത്ത് കഥ ചോദിക്കുന്നില്ല ഇവർ. അല്ലെങ്കിൽ നമ്മുടെ അവസാനമൊക്കെ വന്ന മറ്റേ ഇദ്ദേഹമില്ലേ, ഈ ലോഹിതദാസിനോടൊന്നും കഥ ചോദിച്ചിരുന്നില്ലല്ലോ. ഈ ചെറിയ പിള്ളേരൊക്കെ കഥ പറയാണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ ഈ കഥ ചോദിക്കാനൊക്കെ നിൽക്കുന്നത്. എന്നിട്ട് അവർ തിരഞ്ഞെടുക്കുന്ന സിനിമകളിൽ 100-ൽ 4 വിജയിക്കുള്ളൂ. കമേഴ്സ്യൽ സിനിമ കാര്യമാണ് ഞാൻ പറഞ്ഞത്.
അപ്പോൾ 2 സിനിമാ മേഖലകളിലും പ്രശ്നങ്ങളുണ്ട്. അപ്പം നമ്മളാകെ കരണീയമായിട്ടുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കലയോടും അതിനോടൊക്കെ താല്പര്യരായിട്ടുള്ള ആൾക്കാരെ നമ്മൾ സമീപിക്കും. അങ്ങനെ സമീപിച്ചപ്പോഴാണ് ഈ ബാൽബമാഷ പോലുള്ള ആൾക്കാരുണ്ടെങ്കിൽ നടക്കും പരിപാടികൾ. അങ്ങനെയായിരുന്നു രവി മുതലാളി ഉണ്ടായത്. രവി മുതലാളി ഉണ്ടായത് കൊണ്ടാണ് മലയാള സിനിമ രക്ഷപ്പെട്ടതെന്ന്. ചലച്ചിത്ര അക്കാദമി ഉണ്ടായതുകൊണ്ടല്ല, രവി മുതലാളി ഉണ്ടായതുകൊണ്ട് മലയാള സിനിമയ്ക്ക് ഔന്നത്യം കിട്ടി. അപ്പോൾ ചലച്ചിത്ര അക്കാദമി ടി കെ രാമകൃഷ്ണൻ മറ്റേ സാംസ്കാരിക വകുപ്പ് മന്ത്രി ആയിരിക്കുമ്പോൾ, കെ നായർ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് ഇത് സാധനം വരുന്നത്. അതിനുശേഷം അവർ 300 കോടി രൂപയോളം ഇതിനു വേണ്ടി പമ്പ് ചെയ്തിട്ടുണ്ട്. 300 കോടി രൂപ. പക്ഷേ രവി മുതലാളി മടക്കിയേക്കണ ചിലപ്പോൾ 1-2 കോടി രൂപയുടെ വില അതിന് വന്നിട്ടില്ല. അതിൻ്റെ ഒരു ഔട്ട്കം നമുക്ക് കിട്ടിയിട്ടില്ലല്ലോ. അപ്പോൾ രവി മുതലാളിയാണ് മലയാള സിനിമയുടെ പിതാവ് എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതേമാതിരി വരാനായിട്ട് ഇദ്ദേഹത്തിന് കഴിയട്ടെ എന്നാണ് ഞാൻ ആശംസിക്കുന്നത്.